വീണ്ടും ഇരട്ടത്താപ്പുമായി കോൺഗ്രസ്. പലസ്തീൻ പതാകയുള്ള ബാഗുമായി പ്രിയങ്ക വാദ്ര പാർലമെന്റിൽ. ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തെപ്പറ്റി ഒരക്ഷരം പരാമർശിക്കാത്ത പ്രിയങ്കയാണ് പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി പ്രിയങ്ക വാദ്ര പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുവേട്ട തുടരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്ത പ്രിയങ്ക വാദ്ര എന്തുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് ഇപ്പോൾ. മാത്രവുമല്ല, ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രിയങ്ക വാദ്ര എന്തുകൊണ്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിലെ പല നേതാക്കളും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കവുമായി പ്രിയങ്ക വാദ്ര പാർലമെന്റിലേക്ക് എത്തുന്നത്. ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് എന്നീയൊരു വിഷയത്തിലൂടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. വീണ്ടും ഇരട്ടത്താപ്പുമായി കോൺഗ്രസ്. പലസ്തീൻ പതാകയുള്ള ബാഗുമായി പ്രിയങ്ക വാദ്ര പാർലമെന്റിൽ. ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തെപ്പറ്റി ഒരക്ഷരം പരാമർശിക്കാത്ത പ്രിയങ്കയാണ് പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നത്. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം ബംഗ്ലാദേശിൽ ഹിന്ദുവേട്ട തുടരുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, ക്ഷേത്രങ്ങൾ തീയിടുന്നു, ഇസ്കോൺ ക്ഷേത്രങ്ങളിലടക്കം വലിയ അക്രമമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഹിന്ദു സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുമ്പോഴും അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാത്ത പ്രിയങ്ക വാദ്രയാണ് ഇപ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ? പാർലമെന്റിലേക്ക് പ്രിയങ്ക വാദ്ര എത്തിയത് പാലസ്തീന്റെ പതാകയുള്ള ഒരു പ്രത്യേക ബാഗുമായിട്ടാണ്. ആ ബാഗിന്റെ ചിത്രങ്ങൾ പിന്നീട് കോൺഗ്രസിന്റെ തന്നെ സോഷ്യൽ മീഡിയ വിഭാഗം വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഇസ്രായേൽ വിരുദ്ധമായ സന്ദേശം നൽകുന്നു. ഇത് തന്നെയാണ് പ്രിയങ്ക വാദ്ര ഇന്ന് ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം വളരെ ശ്രദ്ധേയമാകുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തെ പറ്റി പ്രിയങ്ക വാദ്രയോ കോൺഗ്രസോ ഒരക്ഷരം പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. തൊട്ട അയൽ രാജ്യത്താണ് കലാപം തുടർച്ചയായി നടക്കുന്നത്. ധാരാളം സന്യാസിമാരെ ഇതിനകം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷത്തിൽപ്പെടുന്നവർ കൊല്ലപ്പെട്ടു. 4 ക്ഷേത്രങ്ങൾ പൂർണ്ണമായി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്, ചിറ്റഗോങ്ങിലും ധാക്കയിലുമായി. എന്നിട്ടും ഈ വിഷയത്തിൽ പ്രിയങ്ക വാദ്ര അതല്ലെങ്കിൽ രാഹുൽ തുടങ്ങിയ നേതാക്കൾ, സോണിയാഗാന്ധി തുടങ്ങിയ ഇവരാരും തന്നെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതേസമയം പാലസ്തീന് മുൻപും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ്. ഈ ഘട്ടത്തിൽ വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തങ്ങളുടെ മുസ്ലിം വോട്ട് ബാങ്ക് അത് കൃത്യമായി തന്നെ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്നത്തെ ഈ ബാഗുമായിട്ടുള്ള പാർലമെന്റിലേക്കുള്ള എൻട്രിയെ പറ്റി BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഗൗതം, തൊട്ട അയൽവക്കത്തുള്ള ബംഗ്ലാദേശ് കാണാത്ത പ്രിയങ്ക പാലസ്തീനെ കണ്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അജണ്ട ഇതിലൂടെ വ്യക്തം തന്നെയല്ലേ? ദേവിക, അത് തന്നെയാണ്. അതായത് മുൻപും ഈ പാലസ്തീൻ വിഷയത്തിലും ഗാസ വിഷയത്തിലുമൊക്കെ വലിയ പ്രതിഷേധവും അതല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയും നെഹ്റു കുടുംബവും ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ വലിയ മൗനം തുടരുന്നു എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കാരണം ബംഗ്ലാദേശിൽ നമ്മുടെ അയൽ രാജ്യമാണ്. ഭാരത വിരുദ്ധമായ ഒരു സമരമാണ് പിന്നീട് ഹിന്ദു വിരുദ്ധ കലാപമായി അവിടെ ആളിക്കത്തിയത്. ഷെയ്ഖ് ഹസീനയെ പോലെ ഇന്ത്യ അനുകൂലമായ ഒരു സർക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആ സർക്കാരിനെ താഴെ ഇറക്കിയതിനു ശേഷമാണ് കലാപം ആളിക്കത്തിയത്. അപ്പോൾ ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള സംഘർഷമാണ് ബംഗ്ലാദേശിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു വാക്ക് ശബ്ദിക്കുകയോ അല്ലെങ്കിൽ ഹിന്ദു വേട്ട അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു പ്രതിഷേധം നടത്തുകയോ ലോക്സഭയിലോ രാജ്യസഭയിലോ ഈ വിഷയം ഉന്നയിക്കാനോ ഒന്നും തന്നെ ഈ നേതാക്കൾ തയ്യാറായിരുന്നില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച ഘടകമാണ്. ആ വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാലസ്തീന്റെ ബാഗുമായി ഇന്നിപ്പോൾ ഈ പ്രിയങ്ക വാദ്ര പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും BJP വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രീണനത്തിന്റെ ബാഗുമായിട്ടാണ് പ്രിയങ്ക വാദ്ര എത്തിയത് എന്നതാണ് സാംബിത് പാത്രയുടെ വിമർശനം. ഇത്തരം പ്രീണന രാഷ്ട്രീയം ആണ് നെഹ്റു കുടുംബത്തിന്റെ അടിത്തറയെന്നും BJP ഇന്നിപ്പോൾ വിമർശിച്ചു. ദേവിക, ശരി. ഡൽഹിയിൽ നിന്ന് ചേർന്നത് ഗൗതം അനന്തനാരായണൻ.